F3 വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെയും അപ്പോൾ നമ്മൾ ബട്ടു കേവ്സ് വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ വീഡിയോ പോയി ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടു കേവ്സ് വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്തത് ഒരു ടെമ്പിളായിരുന്നു, തിയാൻ ഹൗ ടെമ്പിൾ. അപ്പോൾ ഈ തിയാൻ ഹൗ ടെമ്പിൾ ക്വാലാലംപൂരിൽ തന്നെയാണ്. മലേഷ്യൻ്റെ ഹൈനാനീസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ചൈനയുടെ തന്നെ സദേൺ മോസ്റ്റ് ആൻഡ് വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു സ്മോൾ ചൈനീസ് പ്രൊവിൻസാണ് ഹൈനാനീസ്. അപ്പോൾ ഈ ഹൈനാനീസ് കമ്മ്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഈ തിയാൻ ഹൗ ടെമ്പിൾ ഉണ്ടാക്കിയത്. അപ്പോൾ 1987 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മസു എന്ന് പറയുന്നിട്ടുള്ള ഒരു ഗോഡാണ്. മസു എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ദ സീ, കടലിൻ്റെ ദൈവം എന്നുള്ളൊരു രീതിയിലാണ് അവർ ഈ ഒരു അമ്പലം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് തന്നെ ബുദ്ധ ഐഡലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ക്വാലാലംപൂരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൾച്ചറൽ ലാൻഡ്മാർക്ക് തന്നെയാണ് തിയാൻ ഹൗ ടെമ്പിൾ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ, വെൽ കൺസ്ട്രക്റ്റഡ് ഒരു ടെമ്പിൾ. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ സീലിംഗ് ആണ്. ആ സീലിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കൂ, എന്ത് ബ്യൂട്ടിഫുള്ളാണത്. ആ കളർ കോമ്പിനേഷനും. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിസിറ്റ് ചെയ്ത ടൈമിൽ തന്നെ. ഇവരുടെ ഐഡൽസ്, ഇതിപ്പോൾ അവരുടെ ഒരു മസു എന്ന് പറയുന്ന കടൽ ദേവത അതാണ്. അതുപോലെ തന്നെ ബുദ്ധ ഐഡലുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകത, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പോയാലുള്ള ഒരു വൈബല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഡീപ്ലി ഡിവൈൻ ആയിട്ടുള്ളൊരു ഫീല് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. നമുക്കൊരു ഫാൻറ്റസിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ചിലപ്പോൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്തോ നമ്മളുടെ ഒരു ഇതിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു ഡിവിനിറ്റി അല്ല തോന്നുക, നേരെ മറിച്ച് ഒരു ഫാൻറ്റസി പോലെയാണ് കുറച്ചും കൂടി ഫീൽ ആയത്. പിന്നെ ടെമ്പിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരുപാട് ഫ്ലവർ വേസസിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതൊക്കെ കാണാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് പിങ്ക് ക്യാൻഡിൽസ്, അതായത് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് പിങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ക്യാൻഡിൽസ് നമ്മളുടെ ഇങ്ങനെ ലോട്ടസിൻ്റെയൊക്കെ ഷേപ്പിലാണ്. അതിങ്ങനെ ആ ഒരു ക്യാൻഡിൽസ് ഭയങ്കര ഒരു എക്സ്ട്രാ ഗ്ലോ ഉള്ളൊരു സെക്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ അഗർബത്തീസൊക്കെ പുറത്ത് നമ്മളൊക്കെ ചെയ്യുന്ന അതേ ഒരു സെയിം പാറ്റേണിൽ തന്നെ അവരും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മലേഷ്യയിൽ ഒരുവിധം എല്ലാ ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആയാലും ടെമ്പിൾസ് ആയാലും എല്ലായിടത്തും ഈ ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. അതൊരു ഓറഞ്ച്, യെല്ലോ, റെഡ് ആ ഒരു ഷെയ്ഡിലാണത് പൊതുവേ കാണാറ്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിരുന്നു. ആക്ച്വലി കുറേ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അത് കാണാനും. അവിടെ ഒരു ലോൺ പോലത്തെ സെക്ഷനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കുറേ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഫോട്ടോസും പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആ ടെമ്പിളിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. ഞാൻ ആ ഒരു ടെമ്പിൾ നിങ്ങൾക്ക് ഫുൾ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി എടുത്തൊരു വ്യൂ ആണ്. അവിടുന്ന് നമ്മൾ നേരെ യാത്ര തിരിച്ചത് ലിറ്റിൽ ഇന്ത്യ, ക്വാലാലംപൂർ, മലേഷ്യയിലെ ലിറ്റിൽ ഇന്ത്യ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് അങ്ങനെ അവിടെ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ക്വാലാലംപൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ പലഹാരങ്ങൾ, ഇന്ത്യൻ ക്ലോത്ത്സ്, ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്സ്, അങ്ങനെ ഒരു ഫുൾ സെക്ഷൻ സ്ട്രീറ്റ്. ആ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് അവർ നെയിം ചെയ്തിരിക്കുന്നത് തന്നെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. നമുക്കവിടെ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു അധിക പോപ്പുലേഷൻ തന്നെ അവിടെ തമിലിയൻസാണ്. അപ്പോൾ നമുക്ക് തമിഴിൽ എഴുതിയ ബോർഡുകളും തമിഴ് ടെക്സ്റ്റൈൽസും ഒരു തമിഴ്നാട് പോയ ഒരു വൈബ് നമുക്ക് കിട്ടും. ഒരു ചെന്നൈ പോയ ഒരു വൈബൊക്കെ നമുക്ക് ഈസി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രീറ്റും അവിടുത്തെ ആളുകളും എല്ലാം
ഇന്ത്യൻസ് ആയിരുന്നു. ഒരു കൗതുകകരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഈ ജമന്തി ഉണ്ടല്ലോ, നമ്മളെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജമന്തിയുടെ ഈ ഒരു കളർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പെയിൻറ്റ് ചെയ്തതാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനലാണെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പോയത്. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് പെയിൻറ്റ് ചെയ്തതാണ് ഡെക്കറേഷൻസിന് വേണ്ടി എന്നുള്ളത്. കണ്ടല്ലോ, ബോളിവുഡ്, അതുപോലെ ശ്രീ ആനന്ദ ഭവൻ എന്നങ്ങനെ പറഞ്ഞിട്ട് കുറേ കടകളുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരുപാട് ഇന്ത്യൻസും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. 1880s ഇതൊരു ബ്രിക്ക് മേക്കിംഗ്, കാറ്റിൽ ട്രേഡിംഗ് സ്ഥലമായിരുന്നു. അതാണ് പിന്നീട് ഇങ്ങനെ ഇന്ത്യൻ ആൾക്കാർ വന്നിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു സ്ഥലമാക്കി അവർ ചേഞ്ച് ചെയ്ത് ലിറ്റിൽ ഇന്ത്യ ആക്കിയത്. തിയാൻ ഹൗ ടെമ്പിളും ലിറ്റിൽ ഇന്ത്യയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.